മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിൽ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുകയാണ്. മലപ്പുറത്തിനും മുസ്ലിം ന്യൂനപക്ഷത്തിനുമെതിരെയുള്ള പരാമർശം എന്ന കടുത്ത വിമർശനമാണ് പ്രതിപക്ഷവും വിവിധ മുസ്ലിം സംഘടനകളും ഉയർത്തുന്നത്. RSSനെ സന്തോഷിപ്പിക്കാനുള്ള പ്രസ്താവന എന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധ കവചം തീർക്കുകയാണ് CPIM. ശരി ശരി മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ്. പരാമർശത്തെ പിന്തുണയ്ക്കാൻ CPI തയ്യാറായിട്ടില്ല. പരാമർശത്തിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് മന്ത്രി K. രാജന്റെ പ്രതികരണം. എന്നാൽ വിവാദ പരാമർശത്തിൽ കരുതലോടെ പ്രതികരിക്കാനാണ് BJPയുടെ തീരുമാനം. വിവരങ്ങളുമായി വിപിൻ C. വിജയനും ഷഫീദ് റാവുത്തറും ചേരുന്നുണ്ട്. ആദ്യം വിപിൻ C. വിജയനിലേക്കാണ്. വിപിൻ, മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാകുമ്പോൾ അത് വലിയൊരു ആയുധമായി തന്നെ അവരത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ CPIM നേതാക്കളൊക്കെ തന്നെ പ്രതിരോധം തീർത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. എന്നാൽ CPI തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം അതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുമില്ല. അതെ സ്മിത, ഇപ്പോൾ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്ന സ്വർണം അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു, ഇവിടെ എത്തുന്ന ഹവാല പണം അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് എത്തുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ ആ ഒരു പരാമർശം അത് വലിയൊരു വിവാദത്തിന് തന്നെയാണ് തിരികൊളുത്തിയിരിക്കുന്നത്. കാരണം PV അൻവർ ഇതിന് മുൻപ് തന്നെ പറയുന്ന ഒരു കാര്യം, ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് CPM അല്ലെങ്കിൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക്, അത് ന്യൂനപക്ഷത്തിന് എതിരാണ് എന്നുള്ളതാണ്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ആ വിഷയം തന്നെ ഇപ്പോൾ പ്രതിപക്ഷം എടുക്കുന്നതിനിടയിലാണ് പുതിയ ഒരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നത്. അത് മലപ്പുറത്തിനെതിരായി മാറുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോൾ അത് മുസ്ലിം ലീഗ് ആയാലും മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഇതിനെതിരെ അതിരൂക്ഷ ഭാഷയിൽ രംഗത്ത് വരികയും ചെയ്യുന്നത്. ഏത് രീതിയിലാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടാവുന്നത്? ഈ രാജ്യദ്രോഹ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നടപടി ഇതുവരെ എടുത്തു? അത്തരത്തിൽ കേസുകൾ എടുത്തിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ട് RSS ഇത്രത്തോളം വേട്ടയാടുന്ന മലപ്പുറം പോലുള്ള ഒരു ജില്ലയെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തി എന്നുള്ള രീതിക്ക് തന്നെയാണ്. ഇതിൽ ജില്ലയിൽ നിന്നുള്ള പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാനില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ VP സാൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അവർക്കും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ CPI തന്നെ കൈയൊഴിയുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് എന്നും ഒപ്പം തന്നെ അത്തരം ഒരു നിലപാട് മലപ്പുറത്തെ കുറിച്ചില്ല എന്നുള്ളതും പറയുമ്പോൾ മുഖ്യമന്ത്രി കൂടുതൽ ഈ വിഷയത്തിൽ വെട്ടിലാവുകയാണ്. CPM കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യം കൂടി വരികയാണ്. ഇന്നിപ്പോൾ PV അൻവറും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് RSSന്റെ പിണറായി വിജയന്റെ മാറുന്ന മുഖമായിട്ടാണ് ആ പ്രസ്താവനയെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഈ വിഷയം കൂടുതൽ കടുക്കും എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഒരു വിഷയം ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ തന്നെ കറങ്ങുന്നതിനിടയിൽ പുതിയ ഒരു പ്രശ്നം കൂടി പാർട്ടിയിലേക്ക് എത്തുകയാണ്. സ്മിത, ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആരോപണമായിരുന്നു പാർട്ടി അല്ലെങ്കിൽ ഈ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് BJPയുമായി രഹസ്യധാരണയുണ്ട് എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നതാണ്. ഇതിപ്പോൾ ഇത്തരത്തിൽ ഒരു പരാമർശം വരുമ്പോൾ, മലപ്പുറത്തെ ആ രീതിയിൽ കുറ്റപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ആ പരാമർശം ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇതൊരു വലിയ വടിയായി തന്നെയാണ് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത. അതിനുള്ള തുടക്കം ഇട്ടു കഴിഞ്ഞിരിക്കുന്നു. അവർ CPM നേതാക്കൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അത്ര ശക്തമാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം അത് PV അൻവർ തന്നെ കാര്യമായി ഉപയോഗിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇത് PV അൻവർ സർക്കാർ എന്നുള്ള സർക്കാർ എന്നുള്ള ഫൈറ്റ് അതിപ്പോൾ പ്രതിപക്ഷം കൂടി ഏറ്റെടുത്ത മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം, അതായത് വിവാദമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം അത് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ചില വിമർശനങ്ങളുമായി, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിനെതിരെ ശക്തമായ ഒരു നിലപാട് ഇന്നും അൻവർ തുടർന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ കണ്ണിൽ മലപ്പുറം ക്രിമിനലുകളുടെ നാടെന്ന PV അൻവർ MLA ഇന്നും ആ വിവാദങ്ങൾക്ക് കൂടുതൽ തീ പകരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് CPM നേതാക്കൾ വലിയ പ്രതിരോധമുയർത്തി രംഗത്തെത്തിയത്. ഇതിൽ CPM നേതാക്കളുടെ പ്രധാന പ്രതികരണം, സ്ഥാപിത താല്പര്യക്കാർ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ വളച്ചൊടിക്കുന്നു, തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നും വളച്ചൊടിക്കുന്നുവെന്നും മലപ്പുറത്തെ അവഹേളിച്ചിട്ടില്ലെന്നും ഇന്ന് CPMന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇക്കാര്യത്തിലെ പ്രതികരണം മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ് എന്നുള്ളതായിരുന്നു. മാത്രമല്ല,
പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ചില വിവാദമാണ് നടക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപങ്ങളെ പ്രതിരോധിച്ച ഇന്ന് രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ദുരുദ്ദേശത്തോടെ വർഗീയമായി വളച്ചൊടിച്ചെന്ന മന്ത്രി MB രാജേഷും ഇന്ന് പ്രതികരിച്ചു. അങ്ങനെ CPM നേതാക്കൾ ഈ വിഷയത്തെ പ്രതിരോധിക്കുമ്പോൾ CPIയുടെ നിലപാട് നിർണായകമായിരുന്നു. CPI ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തട്ടെ എന്നുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാത്തൊരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷം കാര്യമായി ഈ വിമർശനം അല്ലെങ്കിൽ ഈ വിഷയത്തെ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മുഖ്യമന്ത്രിക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടെന്നും അത് തകർക്കാനുള്ള സ്ഥാപിത താല്പര്യക്കാരുടെ ശ്രമം അതാണ് ഇതിനൊക്കെ പിന്നിലെന്നും CPIM കാര്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം സജീവമാക്കി തന്നെ നിർത്തുകയാണ്. സ്മിത, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം, പ്രതിരോധം തീർക്കാൻ CPIM.